ഇപ്പോൾ നമ്മൾ കാണുന്നത് ജർമ്മനിയിലെ ഹൈ സ്പീഡ് റോഡായിട്ടുള്ള ഓട്ടോബാനാണ്. കാറുകൾ പോകുന്നത് 200 കിലോമീറ്റർ വേഗത്തിലൊക്കെയാണ്. പക്ഷേ ആ റോഡിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് സൂപ്പർ എലിവേറ്റഡ് കേർവ്സ് ഉണ്ട്. ഒരുപാട് ഉയർത്തി വളഞ്ഞിരിക്കുന്ന ചില ഘട്ടങ്ങൾ ഈ റോഡിന് ഉണ്ട്. അതിൻ്റെ പുറമേയുള്ള വക്ക് എപ്പോഴും ഉയർത്തിയിട്ടാണ് അവർ പണിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഫോട്ടോൻ്റെ രണ്ടാമത്തെ ഭാഗം, കാറുകൾ ഉൾപ്പെടുന്ന ഭാഗം അപ്രകാരമാണ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സ്പീഡിൽ വണ്ടി വരുമ്പോൾ നേരായിട്ടുള്ള റോഡാണെങ്കിൽ ചിലപ്പോൾ അത് മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിന് പകരമായിട്ട് അതിൻ്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അതിജീവിക്കാൻ വേണ്ടിയിട്ട് അവർ അത് ഉയർത്തി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ പറയപ്പെടുന്നത് ഇതുമൂലം പല റിസ്കുകളെയും അതിജീവിക്കാൻ പറ്റുമെന്നും അതുപോലെ തന്നെ വണ്ടി മറിയാതെ അവർക്ക് സൂക്ഷിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ജർമ്മനിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ലോകോത്തര നിലവാരമുള്ള കാറുകൾ ആയിട്ടുള്ള ബെൻസ്, BMW, ഓഡി, വോക്സ് വാഗൺ ഈ രാജ്യത്തിൻ്റെ സംഭാവനയാണ്. ആ കാറുകളെ വെല്ലുവിളിക്കാൻ ലോകത്തിൽ ഇന്നുവരെ ഒരു കാറുകളും ഇറങ്ങിയിട്ടില്ല, പ്രത്യേകിച്ചും അമേരിക്കയിലും UK-യിലും. ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഭരണകർത്താക്കളും ഈ പറഞ്ഞിരിക്കുന്ന ബെൻസും BMW-ൻ്റെ ലേറ്റസ്റ്റ് വേർഷൻസാണ് ഉപയോഗിക്കുന്നത്. അത്രമാത്രം ക്വാളിറ്റിയും ഡ്യൂറബിലിറ്റിയും ആ രണ്ട് കാറുകൾക്കുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ജർമ്മനിയുടെ റോഡുകൾ ഈ പറഞ്ഞിരിക്കുന്ന കാറുകൾക്ക് വേണ്ടി ക്രമീകരിക്കപ്പെട്ടവയാണ്. അതാണ് ഇത്രയും അടിപൊളിയായിട്ട് അവർ ഓരോന്ന് ക്രമീകരിക്കുന്നത്.